ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി, അവിടെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. അപ്പോൾ ചോദ്യം, ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 10th ടേം 46ഉം 11th ടേം 51ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം ഈക്വൽ ടു നമുക്കിപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ 10th ആണ്. അപ്പോൾ 10th ടേം മൈനസ്, കാരണം നമ്മൾ 10th ടേമിൽ നിന്നും പുറകോട്ടാണ് പോകുന്നത്. അപ്പോൾ മൈനസ്, ഇനി നമുക്ക് ഡിസ്റ്റൻസ് 10th ടേമിൽ നിന്നും എത്ര കുറച്ചാലാണ് 1 കിട്ടുക. അപ്പോൾ 9. പിന്നെ നമ്മൾ 9 വെറുതെ കുറയ്ക്കുകയല്ല, 9ൻ്റെ കൂടെ നമ്മൾ ഈ ടേമിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 10th ടേമും 11th ടേമും തന്നിരിക്കുന്നത്. അപ്പോൾ 10th ടേം 46ഉം 11th ടേം 51ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ d ഈക്വൽ ടു 11th ടേമിൽ നിന്നും 10th ടേമിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നതായിരിക്കും. ഈക്വൽ ടു 51 മൈനസ് 46, നമുക്ക് d 5 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ടേം ഈക്വൽ ടു 10th ടേം മൈനസ് 9 ഇൻറ്റു d. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു 10th ടേം മൈനസ് 9 ഇൻറ്റു d. ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് 10th ടേം ആണ്, അല്ലാണ്ട് 10 അല്ല നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 10th ടേം എത്രയാണ്? 46 മൈനസ് 9 ഇൻറ്റു d. d പറയുന്നത് 5 ആണ്. അപ്പോൾ 9 ഇൻറ്റു d 45. നമുക്ക് ആൻസർ കിട്ടി 1.